ഹായ്, ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് മൈക്രോസോഫ്റ്റ് ടീംസിൽ എങ്ങനെയാണ് ഒരു പുതിയ മീറ്റിംഗ് ഷെഡ്യൂൾ ചെയ്യുന്നതെന്നുള്ളതാണ്. ഇപ്പം പലരും തന്നെ ഗൂഗിൾ മീറ്റിനേക്കാൾ കൂടുതൽ പല ഓർഗനൈസേഷൻസും യൂസ് ചെയ്യുന്നത് മൈക്രോസോഫ്റ്റ് ടീംസ് ആണ്. അപ്പോൾ അതിലെങ്ങനെയാണ് നമുക്ക് ഒരു പുതിയ മീറ്റിംഗ് ഷെഡ്യൂൾ ചെയ്യുന്നത് എന്ന് നോക്കാം. ആദ്യമേ തന്നെ നമ്മൾ മൈക്രോസോഫ്റ്റ് ടീംസ് ഓപ്പൺ ചെയ്യുക. നമ്മുടെ മൈക്രോസോഫ്റ്റ് അക്കൗണ്ട് വെച്ചിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. ഒരുപാട് ഓപ്ഷൻസ് ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. അതിൽ കലണ്ടർ എന്ന് പറയുന്ന ഓപ്ഷനിൽ ചെല്ലുക. അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേന് നമുക്ക് ന്യൂ മീറ്റിംഗ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. വലതുവശത്തായിട്ട് ന്യൂ മീറ്റിങ്ങിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മൾ ടൈറ്റിൽ കൊടുക്കണം. അതിപ്പോൾ ഏത് ഇൻ്റർവ്യൂ ആണെന്ന് വെച്ചാൽ നമ്മൾ ടൈറ്റിൽ കൊടുക്കണം. ഇപ്പോൾ ഓട്ടോമേഷൻ ടെസ്റ്റർ ആണെങ്കിൽ ഓട്ടോമേഷൻ ടെസ്റ്റർ ഇൻ്റർവ്യൂ, അല്ലെങ്കിൽ എന്താ പറയുക കണ്ടന്റ് റൈറ്റർ ഇൻ്റർവ്യൂ, അങ്ങനെ എന്ത് വേണമെങ്കിലും കൊടുക്കാം. അതിനുശേഷം നമ്മൾ ആരൊക്കെ ജോയിൻ ചെയ്യണം എന്നുള്ളത് അവരുടെ എല്ലാം മെയിൽ കൊടുക്കുക. ഇപ്പോൾ ഇവിടെ നമുക്കൊരു സാമ്പിളായിട്ട് ഞാൻ എൻ്റെ തന്നെ മെയിൽ കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇതുപോലെ നമുക്ക് ആർക്കൊക്കെ വേണം എന്നുള്ളത് വെച്ച് അവരുടെ എല്ലാം മെയിലായിട്ട് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാനായിട്ട് പറ്റും. അതിനുശേഷം ഡേറ്റ് ഫിക്സ് ചെയ്യണം. ഇപ്പോൾ നമ്മൾ നാളെയാണ് വെക്കുന്നതെന്ന് വെച്ചോ, ഇപ്പം നാളെ ഒരു 7 മണി എന്നുള്ളൊരു ടൈം വെക്കുന്നു. ആ ദിവസം തന്നെ നമ്മൾ 7:30 വരെയാണ് ഇൻ്റർവ്യൂവിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത്. അതിനുശേഷം ലൊക്കേഷൻ ആഡ് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഇവിടെ എന്തെങ്കിലും ഇപ്പം ടൈപ്പ് ചെയ്യണമെന്നുണ്ട്, യുവർ മീറ്റിംഗ് ഇസ് ഷെഡ്യൂൾഡ് അറ്റ് 7 PM അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമുക്ക് കൊടുത്തിട്ട് നമുക്ക് ചെയ്യാം. 7:30 എന്ന് പറയുന്നത് 5 മണി സംതിങ് ആണെന്ന് തോന്നുന്നു, അറിയില്ല, അത് നോക്കട്ടെ. അപ്പോൾ നമുക്കിവിടെ എന്തെങ്കിലുമൊക്കെ ടൈപ്പ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. ഞാൻ ചുമ്മാ വെറുതെ ഇങ്ങനെ എന്തെങ്കിലും ടൈപ്പ് ചെയ്യാണ്. അതിനുശേഷം നമ്മൾ എന്താ പറയുക, ഹു ക്യാൻ പ്രസൻറ്റ് എവറി വൺ എന്നുള്ളത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ സെൻഡ് കൊടുക്കുന്നു. ഓക്കെ, സെൻഡ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇൻവിറ്റേഷൻ്റെ ഒരു പ്രിവ്യൂ നമ്മളെ കാണിക്കും. നമ്മൾ കോപ്പി ഒന്നും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. കോപ്പി ചെയ്താൽ നമുക്കത് വേണമെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് വാട്സപ്പിലൊക്കെ അയച്ചു കൊടുക്കാനായിട്ട് പറ്റും. ശേഷം ഇതാ തീർന്നു, നമ്മുടെ മീറ്റിംഗ് ഷെഡ്യൂൾ ആയിട്ടുണ്ട്. കണ്ടോ, ഓട്ടോമേഷൻ നമ്മൾ മീറ്റിംഗ് ഷെഡ്യൂൾ ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ക്യാൻസൽ ചെയ്യണം എന്ന് വെച്ചോ. ഇപ്പം നമ്മളുടെ മെയിലിലേക്ക് ഒരു ഇൻവിറ്റേഷൻ വന്നിട്ടുണ്ടായിരിക്കും. അതായത് മൈക്രോസോഫ്റ്റ് ടീംസിൻ്റെ ഒരു ഇൻവിറ്റേഷൻ അതിൽ വന്നിട്ടുണ്ടാവും. ഇതിനി വേണ്ടെന്ന് വെക്കാന്ന് വെച്ചോ. അപ്പം നമ്മൾ നേരെ അതിൽ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് ഡബിൾ ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ എഡിറ്റ് എന്നുള്ള ഓപ്ഷനുണ്ട്, അല്ലെങ്കിൽ ഓൺലൈനിൽ ജോയിൻ ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. പിന്നെ നമുക്ക് ക്യാൻസൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ മീറ്റിംഗ് ക്യാൻസലായി പൊക്കോളും. ക്യാൻസൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇപ്പം ഞാൻ 2 ചെയ്തിരുന്നു, ഡിലീറ്റ് കൊടുക്കാം. ഇതാ കംപ്ലീറ്റ് ആയി, അത് ക്യാൻസലും ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ മൈക്രോസോഫ്റ്റ് ടീംസിൽ ഒരു മീറ്റിംഗ് പുതിയത് ഷെഡ്യൂൾ ചെയ്യുന്നത്.